ഇന്ന് നമ്മൾ പഠിക്കാനായി ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ പഠിച്ചതിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ശനിയാഴ്ച പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്താണെന്ന്? ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ആരെക്കുറിച്ചായിരുന്നു? ശൗലിനെ കുറിച്ച് പറഞ്ഞു. എന്തായിരുന്നു അവിടുത്തെ പശ്ചാത്തലം? ആര് മരിച്ചു പോയതാണ് സംഭവം? ശമൂവേൽ മരിച്ചുപോയി. ശമൂവേൽ മരിച്ചതുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നമ്മളും ഈ ലോകത്തിൽ വിട്ടുപോകും. അപ്പോൾ നമുക്ക് എവിടെ എത്താനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്? നമ്മുടെ സ്വന്തം നാടായ നിത്യതയിൽ എത്താനതിന് വേണ്ടി ആഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം ശൗൽ ആരെ തേടി പോകുകയാണ്? വെളിച്ചപ്പാട് തേടി പോകുകയാണ്. എന്നാൽ മറുവശത്ത് ഒരധ്യായം കഴിഞ്ഞ് 29-ാമത്തെ അധ്യായം കഴിഞ്ഞ് 30-ാമത്തെ അധ്യായത്തിൽ ദാവീദ് ആരെ തേടി പോവുകയാണ്? അബ്യാഥാർ പുരോഹിതനെ വിളിച്ചിട്ട് ദൈവത്തെ അന്വേഷിക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് നിർത്തിയത്. ബൈബിൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം. 1 ശമൂവേൽ 28-ാം അധ്യായം അതിൻ്റെ 3-4 വചനങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാനായി ആഗ്രഹിക്കുന്നത് 1 ശമൂവേൽ 28-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ പഠനത്തിന് വേണ്ടി നമ്മൾ മാറ്റി വച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടെ ഈ ക്ലാസ്സിൽ നമ്മളെല്ലാവരും ആയിരുന്ന് വചനം പഠിക്കാനായി ശ്രദ്ധിക്കുക. അവിടെ നമ്മൾ വായിക്കുക, ഇസ്രായേൽ മക്കൾ എല്ലാവരും ശൗലിൻ്റെ കീഴിൽ സൈന്യമായി ഒരു സ്ഥലത്ത് പാളയമിറങ്ങിയിരിക്കുന്നു. ആ സ്ഥലത്തിൻ്റെ പേരാണ് ഗിൽബോവ. ഏതാണ് ആ സ്ഥലത്തിൻ്റെ പേര്? ഗിൽബോവ. നല്ല ശക്തമായ ഒരു സൈന്യമുണ്ട്. ശക്തമായ അംഗബലമുള്ള ഒരു സൈന്യം ആർക്കുണ്ട്? ശൗലിൻ്റെ കീഴിൽ അന്നുണ്ട്. അംഗബലത്തിലൊന്നും ഒരു കുറവുമില്ല. ശക്തമായൊരു സൈന്യമാണ് അവർക്കുള്ളത്. മറുവശത്ത് ഫെലിസ്ത്യർ എവിടെ പോയി? അവർ പാളയമിറങ്ങി നിൽക്കുകയാണ്. യുദ്ധത്തിന് തയ്യാറായി ശൂനേം എന്ന സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ 2 സ്ഥലങ്ങളിൽ, ഒരു സ്ഥലത്ത് ശൂനേം, അവിടെ ആര് നിൽക്കുന്നു? ആരാണ്? ശൗലാണോ? ഫെലിസ്ത്യർ യുദ്ധത്തിന് തയ്യാറായി ശൂനേമിൽ വന്ന് നിൽക്കുന്നു. മറുവശത്ത് ഇപ്പുറത്ത് നോക്കിയാൽ ആരാണ്? ഗിൽബോവയിൽ ആരാണ്? ആരാ? ഇസ്രായേൽ മക്കൾ. മനസ്സിലായോ? ഒരു സ്ഥലത്ത് ഇസ്രായേൽ സൈന്യം അവർ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഗിൽബോവ പർവ്വതം. മറുവശത്ത് ശൂനേം എന്ന ദേശത്ത് ആര് നിൽക്കുന്നു? ഫെലിസ്ത്യർ. ഇവർ 2 പേരും യുദ്ധത്തിന് തയ്യാറായി വരികയാണ്. അപ്പോൾ അന്ന് വരെയുള്ള ഒരു രീതി എന്നത്, ഏത് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും ആരോട് ആലോചന ചോദിക്കും? ദൈവത്തോട് ആലോചന ചോദിക്കും. കർത്താവേ, അല്ലെങ്കിൽ ദൈവമേ, ഈ യുദ്ധത്തിന് ഞങ്ങൾ പോയാൽ ഞങ്ങൾക്ക് വിജയിച്ചു മടങ്ങി വരാനായി കഴിയുമോ എന്ന് അവർ കൃത്യമായി ചോദിക്കും. അല്ലെങ്കിൽ ദൈവം പ്രവാചകനിലൂടെ പറയും, നിങ്ങൾ ധൈര്യമായി യുദ്ധത്തിന് പോകുക, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്, നിങ്ങൾ പോകാനായിട്ട് പറയും. യുദ്ധത്തിന് വേണ്ടി അവർ പാളയമിറങ്ങി. എന്നാൽ സാധാരണ ചെയ്യുന്നത്, യുദ്ധത്തിന് പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങുമ്പോൾ തന്നെ കൃത്യമായി ദൈവത്തിൻ്റെ അരുളപ്പാട് അവർക്ക് കിട്ടിയിരിക്കും. ദൈവം അവരോട് സംസാരിച്ചിരിക്കും. ദൈവത്തിൻ്റെ കൃത്യമായ മാർഗനിർദ്ദേശം അനുസരിച്ചാണ് പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും അവർ ക്രമീകരിച്ച് ഏത് കാര്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്നതും. എന്നാൽ ഇവിടെ കൃത്യമായ ഒരു ഡയറക്ഷൻ അവർ കിട്ടുന്നില്ല. കൃത്യമായി എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മൾ നിന്നതിന് ശേഷം ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകുന്ന, നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾക്കൊന്നും ദൈവത്തിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ദൈവിക ദർശനം നമുക്ക് കിട്ടാതെ വരും. വഴി ഏതെന്ന് നമുക്ക് അറിയാതെ വരും. ഏത് മാർഗം നമുക്ക് തിരഞ്ഞെടുക്കണമെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വരും. ആര് നമ്മളെ സഹായിക്കുമെന്ന് നമുക്കറിയാതെ വരും. എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അറിയാതെ നമ്മൾ പകച്ചു നിൽക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ ചിലപ്പോഴൊക്കെ നമ്മൾ ക്ഷണിച്ച് വരുത്തുന്നതാണ്. അതിൻ്റെ പേരാണ് ദൈവത്തെ മറക്കുക. അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വലിയ അപകടങ്ങൾ എന്നത്. ഇവിടെ സംഭവിക്കുന്നത്, ഒരു വശത്ത് ആരാണ്? ഫെലിസ്ത്യർ, ഒരു വശത്ത് ഇസ്രായേലിൻ്റെ കരുത്തരായ സൈനികർ. ഇവരെല്ലാവരും അങ്ങനെ നിൽക്കുകയാണ്. ശൗലിന് അപ്പോൾ ഒരു പ്രയാസം വന്നു. ആ പ്രയാസമാണ് നമ്മൾ വായിക്കുന്നത്. ഇത് കണ്ടിട്ട്, ഫെലിസ്ത്യരുടെ സൈന്യത്തെ കണ്ടിട്ട് ആര് പേടിച്ചു? ശൗൽ പേടിച്ചു. പിന്നെ ഒരു വാക്കുകൂടെയുണ്ട്, അവൻ്റെ ഹൃദയം ഏറ്റവും വിറച്ചു. 2 കാര്യങ്ങളാണ്. ശൗലിന് ഭയമുണ്ടായി. ശൗൽ ഭയപ്പെട്ട് വിറച്ചുപോയി. ശൗലിൻ്റെ കൂടെ നല്ലൊരു സൈന്യമുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. നല്ലൊരു കൂട്ടം സൈനികർ അംഗബലത്തിൽ ആരോടുകൂടെയുണ്ട്?
ശൗലിനോട് കൂടെയുണ്ട്. നല്ല അംഗബലമുള്ള നല്ല ധീരന്മാരായ ഒരു കൂട്ടം സൈനികർ ഈ സമയത്ത് ശൗലിനോട് കൂടെ ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ശൗൽ ഭയപ്പെട്ടത്? പിന്നെ എന്തുകൊണ്ടാണ് ശൗലിൻ്റെ ഹൃദയം ഉള്ളിൽ വിറച്ചത്? എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടായിരിക്കും? നമ്മളെ കൂടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആരുണ്ടെന്ന് പറഞ്ഞാൽ, ദൈവമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണ്? നമ്മൾ സീറോയാണ്. ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മളവിടെ ആരാണ്? നമ്മളവിടെ ഹീറോയാണ്. മനസ്സിലായോ? ആരുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള യാത്രയിൽ ദൈവം കൂടെ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു പടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ദൈവം കൂടെ ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ വഴി ദൈവം നമുക്ക് കൃത്യമായി കാണിച്ചു തരും. വഴി തെറ്റാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, യഹോവയിൽ ആശ്രയിക്കുന്നവൻ്റെ ഹൃദയം ഭയപ്പെടാതെ ഉറച്ച് സ്ഥിരമായിരിക്കും. എന്നാൽ യഹോവയിൽ ആശ്രയം വയ്ക്കാതെ ലോകത്തിൻ്റെ വഴികളിലൂടെ പോകുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം എപ്പോഴും ആകുലതകൾ നിറയും. ജീവിതത്തിലൊരു പ്രയാസം മുന്നിൽ വരുമ്പോൾ അവൻ അതുകൊണ്ട് പേടിക്കും. ആര് കൂടെ ഉണ്ടെങ്കിലും ആ ഭയത്തിൽ നിന്ന് തിരിച്ച് കയറി വരാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ദൈവം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്, ഈ ലോകത്തെ നശിപ്പിക്കാനായി കഴിയുന്നവനെ നിങ്ങൾ ഭയപ്പെടാതെ എന്നെ നിങ്ങൾ ഭയപ്പെട്ട് എൻ്റെ വചനത്തിൽ നിങ്ങൾ ശരണപ്പെട്ട് ദൈവം കാണിക്കുന്ന മാർഗത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ ആ മാർഗങ്ങളിലെല്ലാം ദൈവം നമ്മളോട് കൂടെ ഇരിക്കും. ഒരിക്കലും നമ്മൾ ഭയപ്പെട്ടു പോകേണ്ടതായിട്ട് വരികയില്ല. നമ്മൾ ഓർക്കണം, കൂടെ ധാരാളം പേരുണ്ട്, പക്ഷേ എന്താണ്? പേടിയാണ്. നമുക്കിതുപോലെ എപ്പോഴെങ്കിലും ഭയം വന്നിട്ടുണ്ടോ? എല്ലാവരും ഉണ്ട്, പക്ഷേ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഭയപ്പെട്ടു പോകും. ആര് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ചില സമയം ഈ ഭയം നമ്മളെ തേടി വരും. അതിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ കൂടെ ഉള്ളവരെല്ലാം നമ്മുടെ എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ പുറകിൽ നിൽക്കുന്നവരാണ്. എന്നാൽ കർത്താവ് വന്ന് എവിടെ നിൽക്കില്ല? പുറകിൽ നിൽക്കില്ല. അവൻ എവിടെ നിൽക്കും? മുൻപ് നിൽക്കും. അതാണ് പ്രത്യേകത. നമ്മളെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ, എത്ര പേര് നമ്മളെ സഹായിക്കാൻ വന്നെന്ന് പറഞ്ഞാലും അവരൊക്കെ നമ്മുടെ പുറകിൽ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാനേ സാധിക്കുകയുള്ളൂ. അവരൊക്കെ പുറകിൽ നിന്ന് നമുക്കൊരു സഹായം തരാനേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്കൊരു പാട്ട് നമ്മൾ പാടുന്നുണ്ട്, നമുക്ക് ഓർമ്മയുണ്ടോ അത്? നായകനവൻ നമുക്ക് മുന്നിലായി നൽവഴികളെ ഒരുക്കിടുന്നവൻ. ഓർമ്മയുണ്ടോ? നായകനാണ് അവൻ. അവൻ എവിടെ നിൽക്കും? അവൻ പുറകിൽ നിൽക്കില്ല. നായകൻ എപ്പോഴും പുറകിൽ നിൽക്കും. യേശു അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയനാകുന്ന ഞാൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കും. അതുകൊണ്ട് ആടുകളായ നിങ്ങൾക്കൊരിക്കലും ഭയം വരികയില്ല. ഇടയനെ വെട്ടിയിട്ടല്ലാതെ ആടുകളെ തൊടാനായി സാധിക്കുകയില്ല. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. എന്നാൽ ഈ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുവാൻ നല്ലതല്ലാത്ത ഇടയന്മാരുമുണ്ട്. അവർ ആടുകളെ ആക്രമിക്കുവാൻ ആരെങ്കിലും വന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകും. അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകത, നമ്മളൊരു കാര്യത്തിന് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിലാണ് നമ്മുടെ പൂർണ്ണമായ ആശ്രയമെങ്കിൽ ആര് കൂടെ ഉള്ളതിനേക്കാളും ദൈവം കൂടെ ഉണ്ട് എന്നത് നമുക്ക് ധൈര്യം തരും. മനസ്സിലായോ? നമ്മുടെ ഫാമിലിയിലായാലും നമ്മളൊന്ന് നോക്കിക്കൊള്ളണം. നമ്മുടെ ഫാമിലിയിൽ ചില പ്രയാസങ്ങൾ വരും. എന്നാൽ ചില പ്രയാസങ്ങൾ വരുമ്പോൾ കുടുംബത്തിൽ എത്ര പേരുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. കൂടെയുള്ള ആരും നമുക്കൊന്നും സഹായം തരാനായിട്ട് കഴിയാതെ, ശക്തിപ്പെടുത്താനായിട്ട് കഴിയാതെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ചില സാഹചര്യങ്ങൾ വരും. അവിടെ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ആരെയാണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കണം. ദൈവം കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ആഗ്രഹിക്കണം, ദൈവത്തെ കൂടെ നിർത്താനായിട്ട് ആഗ്രഹിക്കണം. എന്നാൽ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്. ഇതേ കോണ്ടെക്സ്റ്റിലൂടെ ശൗല് പോകുമ്പോൾ ശൗല് പറയുകയാണ്, മുമ്പിൽ വലിയൊരു സൈന്യമാണ്, പക്ഷേ എനിക്ക് പേടിയാണ്, ഞാൻ എൻ്റെ ഹൃദയം വിറച്ചു പോവുകയാണ്. എന്നാൽ ദാവീദ് ഇതിനെ മറ്റൊരു കോണ്ടെക്സ്റ്റിൽ പറയും. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ എന്ത് ചെയ്യില്ല? ഭയപ്പെടുകയില്ല. എൻ്റെ ഹൃദയം എന്ത് ചെയ്യും? ഭയപ്പെടാതെ ഉറച്ചിരിക്കും. ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു മനുഷ്യനും മനുഷ്യാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു മനുഷ്യനും തമ്മിലുള്ള പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത്. ഒരേ വചനം രണ്ട് പേർക്ക് രണ്ട് രീതിയിലാണ് പ്രാവർത്തികമാക്കുന്നത്. ശൗൽ ഇതേ പശ്ചാത്തലത്തിൽ
ഇതേ ജീവിത സാഹചര്യത്തിൽ ശൗൽ പറയുകയാണ്, എനിക്ക് എന്ത് വരുന്നുണ്ട്, ഈ സൈന്യത്തെ കാണുമ്പോൾ എനിക്ക് പേടിയാണ്. എന്നാൽ ദാവീദ് ഇതേ സൈന്യത്തെ കാണുമ്പോൾ ദാവീദ് പറയുകയാണ്, ഇതിലും വലിയ സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാൽ എൻ്റെ ഹൃദയം പേടിക്കില്ല, ഞാൻ നിർഭയമായിരിക്കും, എനിക്ക് പേടിയില്ല. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഏത് വലിയ പ്രതിസന്ധികൾ ഒന്നിന് പിന്നാലെ ഇങ്ങനെ വന്നാലും നമുക്ക് തുണയായി ദൈവം ഉണ്ടാകണം. അത് നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കൂടെ നിർത്തണം. എല്ലാ സ്ഥലത്തും എല്ലാ ഇടങ്ങളിലും എല്ലാവർക്കും നമ്മളെ വന്ന് സഹായിക്കാനായിട്ട് കഴിയില്ല. ആരൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും ചില സന്ദർഭങ്ങളിൽ നമ്മൾ പേടിച്ച് പോകും, അല്ലെങ്കിൽ നമ്മൾ ഭയപ്പെട്ടു പോകും, അല്ലെങ്കിൽ നമ്മൾ വിറച്ച് നിൽക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ മുന്നമേ ചെയ്യേണ്ട ഒരു കാര്യം, ആരെ കൂടെ നിർത്തണം? ദൈവത്തെ കൂടെ നിർത്തണം. എന്തിനാണ് ദൈവത്തെ കൂടെ നിർത്തണമെന്ന് ഞാൻ പറഞ്ഞു തന്നത്? ദൈവം ഒരിക്കലും നമ്മുടെ പുറകിൽ നിന്നിട്ട് നമ്മളെ ഒറ്റയ്ക്ക് വിടില്ല. മനസ്സിലായോ? ദൈവം നമ്മുടെ മുന്നമേ തന്നെ ഉണ്ടായിരിക്കും. നമ്മൾ അവൻ പറയുന്ന വഴിയിലൂടെ എന്ത് ചെയ്താൽ മാത്രം മതി? പിന്നാലെ അങ്ങ് പോയാൽ മാത്രം മതി. അപ്പോൾ അത് നമ്മൾ മനസ്സിലായല്ലോ. ഇപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞത് കാര്യങ്ങളൊന്നുകൂടെ ഒന്ന് ഓർമ്മിച്ചേ. എന്താണ് ഞാൻ പറഞ്ഞത്? മനസ്സിലായോ? ആയോ ഇല്ലയോ? മനസ്സിലായി. ശരി, എങ്കിലും മനസ്സിലായെങ്കിൽ പറഞ്ഞ് എന്താണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ ലോകത്തിൽ നമുക്ക് ആര് കൂടെ ഉണ്ടെങ്കിലും എന്ത് വരും? ചിലപ്പോൾ നമുക്ക് പേടിയും സങ്കടവും ഒറ്റപ്പെടലും ഒക്കെ വരും. അവിടെ ഈ ലോകത്തിൽ ആർക്കും നമ്മളെ സഹായിക്കാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ആ സമയത്ത് നമ്മുടെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ ദാവീദിനെ പോലെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും യുദ്ധം നേരിട്ടാലും എനിക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റും? നിർഭയമായിരിക്കാമെന്ന് പറ്റും. അതിന് കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആരോട് കൂടെ അപ്പോഴും ഉണ്ടായിരുന്നു? ദാവീദിനോട് കൂടെ. എന്നാൽ ശൗലിൻ്റെ കൂടെ ഇപ്പോൾ പരിശുദ്ധാത്മാവുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവുണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്താണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറഞ്ഞ ജീവിതം മുന്നോട്ട് നയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വരില്ല? ഭയം വരില്ല. മനസ്സിലായോ? ഇപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുമ്പോൾ നമ്മൾ ഭയപ്പെടുന്ന എല്ലാ പ്രതികൂലങ്ങളെയും ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിഷ്പ്രഭമാക്കി കളയും. ശക്തമായി നമുക്ക് മുന്നോട്ട് പോകാൻ ആ പരിശുദ്ധാത്മാവ് വഴിയൊരുക്കും. ഏത് പ്രതികൂലം നമ്മുടെ മുന്നിലുള്ളപ്പോൾ ആ പ്രതികൂലത്തിൻ്റെ പേരിൽ നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല. ദൈവം നമുക്ക് കൃത്യമായ സമയത്ത് കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിലൂടെ വഴി ഒരുക്കി മാർഗം പറഞ്ഞു തന്ന് ആലോചന നൽകി ശ്രദ്ധാപൂർവം വഴിതെറ്റാതെ എത്തേണ്ട ഇടത്തേക്ക് ലക്ഷ്യപ്രാപ്തിയിൽ നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്നത് വരെ പരിശുദ്ധാത്മാവ് നമ്മളോടുകൂടെ കാവലായി ഉണ്ടാകും. ഈ കാവൽ, ഈ സാന്നിധ്യം, ഈ സാമീപ്യം അനുഭവിച്ച മനുഷ്യനാണ് ദാവീദ്. എന്നാൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യനാണ് ശൗൽ. നഷ്ടപ്പെട്ടു പോയപ്പോൾ അദ്ദേഹം വിലപിക്കുകയാണ്. ആ വിലാപമാണ് നമ്മളിപ്പോൾ വായിച്ച് മനസ്സിലാക്കി പഠിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 6-ാമത്തെ വചനം നമുക്ക് വായിക്കാം. ശൗൽ യഹോവയോട് ചോദിച്ചാറേ, അവന് സ്വപ്നം കൊണ്ടോ ഊറിയും കൊണ്ടോ പ്രവാചകന്മാരെ കൊണ്ടോ ഉത്തരങ്ങളൊന്നും ലഭിച്ചില്ല. അപ്പോൾ പേടി വന്നു, ഭയം വന്നു, വിറച്ചുപോയി. ശൗൽ പഴയതുപോലെ ആരെ വിളിച്ചു? ദൈവത്തെ വിളിച്ചു. ദൈവത്തെ വിളിച്ചപ്പോൾ ദൈവം നേരിട്ട് മറുപടി കൊടുത്തോ? ഇല്ല. ദൈവം അടയാളങ്ങളിലൂടെ കൊടുത്തോ? ഇല്ല. പ്രവാചകന്മാരിലൂടെ കൊടുത്തോ? ഇല്ല. അതിന് വ്യക്തമായൊരു കാരണമുണ്ട്. എന്തുകൊണ്ട് മറുപടി കൊടുത്തില്ല എന്ന് നമ്മൾ വായിക്കുന്നത് 28-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വചനമാണ്. നീ യഹോവയുടെ കൽപ്പന കേട്ടില്ല, അമാലോക്യൻ്റെ മേൽ അവൻ്റെ ഉഗ്രകോപം നടത്തിയില്ല. ഇതാണ് ദാവീദിൻ്റെയും ശൗലിൻ്റെയും ജീവിതത്തിൽ വഴിത്തിരിവിന് ഇടയായി തീർന്ന ഒരു കാരണം. ശൗൽ പറഞ്ഞതുപോലെ കേട്ടില്ല, ദാവീദ് പറഞ്ഞത് അതുപോലെ അനുസരിച്ചു. ശൗലിനോട് പറഞ്ഞിരുന്നു, ദൈവം പറഞ്ഞതുപോലെ നീ എന്ത് ചെയ്യണം? അമാലോക്യരെ നശിപ്പിക്കണം. അത് നമ്മൾ പഠിച്ച കാര്യമാണ്, ഓർമ്മയുണ്ടല്ലോ. അത് മനസ്സിലെപ്പോഴും സൂക്ഷിക്കുക. അപ്പോൾ അതാണ് അതിനുള്ള കാരണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയത് നമ്മളെ വഴി നടത്താൻ വേണ്ടിയാണ്, നമുക്ക് ആലോചന പറഞ്ഞു തരാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള പദ്ധതി നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. ഈ പദ്ധതി നമ്മൾ മനസ്സിലാക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് ആലോചനകളൊന്നും കിട്ടില്ല. ഇതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ സമയത്ത് ദൈവാത്മാവ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തില്ല എങ്കിൽ നമുക്ക് ആഗ്രഹം വരുമ്പോൾ, ആവശ്യം വരുമ്പോൾ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടണമെന്ന് ഇല്ല.
അതുകൊണ്ടാണ് പറയുന്നത് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ദൈവം പറയുന്നത് ആദ്യം അനുസരിക്കണം, ദൈവിക കാര്യങ്ങൾക്ക് കീഴ്പ്പെടണം, ദൈവവചനത്തിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി അനുസരണയോടെ മുന്നോട്ട് പോകണം. അങ്ങനെ ദൈവവചനം അനുസരിച്ച് ജീവിച്ചാൽ ദൈവം പറയുകയാണ്, നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലമൊക്കെയും അല്ലെങ്കിൽ എൻ്റെ ആയുഷ്കാലമൊക്കെയും നമ്മൾ പറയണം നമ്മെ പിന്തുടരും. അപ്പോൾ അതിനെന്താണ് അതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത്? അനുസരിക്കണം, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കണം. അനുസരിച്ച് കഴിഞ്ഞാൽ ദൈവം നമുക്ക് എപ്പോഴും ഏത് പ്രതിസന്ധിയിലും ആൻസറബിളാണ്. ദൈവം നമുക്ക് ആൻസേഴ്സ് തരും. അപ്പോൾ ദൈവം നോക്കുന്നത് നമ്മൾ അനുസരണയുണ്ടോ എന്നതാണ്. അനുസരണ ഇല്ല എങ്കിൽ അനുസരണക്കേടിന് ശിക്ഷയുണ്ട്, മറന്നു പോകരുത്. സ്കൂളിൽ എന്താണ്, കുട്ടികൾ ചെല്ലുമ്പോൾ കുട്ടികളോട് അനുസരണക്കേട് കാട്ടിക്കഴിഞ്ഞാൽ അധ്യാപകർ എന്ത് കൊടുക്കും? ശിക്ഷ കൊടുക്കും. വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുന്നത് അനുസരിച്ചില്ല എങ്കിൽ അവർക്ക് എന്ത് കൊടുക്കും? പണിഷ്മെൻറ്റ് കൊടുക്കും. ഇതേ റൂൾ തന്നെയാണ് എവിടെയും ദൈവവുമായുള്ള ബന്ധത്തിൽ. ദൈവത്തോട് അനുസരണക്കേട് കെട്ടിയാൽ അതിന് കൃത്യമായ പണിഷ്മെൻ്റ് ഉണ്ട്. ആ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ക്രൈസിസ് വരുമ്പോൾ ദൈവം ആൻസേഴ്സ് തരത്തില്ല, ദൈവം നമ്മളിൽ നിന്ന് അകന്നു നിൽക്കും. അതാണ് നമ്മൾ ഓർക്കേണ്ട കാര്യം. അതുകൊണ്ട് നമ്മൾ ആദ്യമേ എന്ത് ചെയ്തോളണം? ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. പറയുന്നത് അങ്ങ് വിട്ടിട്ട് ആര് പറയുന്നത് അനുസരിക്കണം? ദൈവം പറയുന്നത് അനുസരിക്കണം. ദൈവം പറയുന്നത് അനുസരിച്ചുള്ള നേട്ടം, അനുസരിക്കുന്നവന് ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോൾ ദൈവം കൃത്യമായി ഉത്തരം കൊടുത്ത് കൂടെ നിൽക്കും. കാരണം അനുസരിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ദൈവത്തിന്. ദൈവം പറയുന്നത് അനുസരിക്കുന്നവരെ ദൈവത്തിന് ഭയങ്കര സ്നേഹമാണ്, മറന്നു പോകരുത്. ദൈവം പറയുന്നത് അനുസരിക്കുന്നവരെ ഞാനത് എടുത്ത് പറയാൻ കാരണം അതുകൊണ്ടാണ്. ദൈവം പറയുന്നത് അനുസരിക്കുന്നവരെ ദൈവത്തിന് ഭയങ്കര സ്നേഹമാണ്. ഈ ലോകത്തിലായാലും അങ്ങനെ തന്നെയാണ്. അധ്യാപകർക്ക് അവർ പറയുന്നത് അനുസരിച്ച് എല്ലാ ഹോംവർക്കും ചെയ്തുകൊണ്ട് പോകുന്ന പിള്ളേരുടെ അടുത്ത് എന്തായിരിക്കും? നല്ല സ്നേഹമായിരിക്കും അല്ലേ? അതുപോലെ തന്നെയാണ് ദൈവം പറയുന്ന എല്ലാ ഹോംവർക്കും നമ്മൾ ചെയ്ത് ദൈവം പറയുന്നത് പോലെ അനുസരിച്ച് മുന്നോട്ട് പോയാൽ ദൈവം നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി തരും. അങ്ങനെ അവൻ്റെ മറുപടി ഒന്നും കിട്ടിയില്ല. എന്നാൽ ശൗലിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ചെയ്തേ പറ്റുകയുള്ളൂ, മറുപടി കണ്ടെത്തിയേ സാധിക്കുകയുള്ളൂ. അങ്ങനെ ശൗല് മറ്റൊരു മാർഗം അന്വേഷിക്കുകയാണ്. എന്നാൽ ആ മാർഗം ശരിയായ ഒരു മാർഗം ആയിരുന്നില്ല. ശൗൽ ദൈവ ആരാധനകളെ പ്രോത്സാഹിപ്പിച്ചിരുന്ന സമയത്ത് അവിടെ വെളിച്ചപ്പാടിൻ്റെ ആത്മാവ് കൊണ്ട് ഭാവി പറഞ്ഞിരുന്ന ആൾക്കാരെയും മന്ത്രവാദം ചെയ്തിരുന്നവരെയും എല്ലാം ആ ദേശത്ത് നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കിയിരുന്നു. അങ്ങനെ ശൗൽ നല്ലൊരു കാര്യം ചെയ്തിരുന്നു. എന്താണ് ശൗൽ ചെയ്ത നല്ല കാര്യം? വെളിച്ചപ്പാടന്മാരെയും വെളിച്ചപ്പാടത്തികളെയും മന്ത്രവാദികളെയും എല്ലാം ആ ദേശത്ത് നിന്ന് ശൗൽ മാറ്റി. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവത്തോട് മാത്രമേ ആലോചന ചോദിക്കാവൂ എന്ന് ആര് നിർബന്ധപൂർവ്വം പറഞ്ഞിരുന്നു? ആരാ? ശൗൽ. ശൗൽ ജനത്തെ പഠിപ്പിച്ചു ആരോട് മാത്രമേ ചോദിക്കാവൂ? ദൈവത്തോട് മാത്രമേ ആലോചന ചോദിക്കാവൂ. അല്ലെങ്കിൽ ദൈവപുരുഷനായ ഒരാൾ അവിടെയുണ്ട്, ഇപ്പം മരിച്ചുപോയി. എന്നാൽ ആരാണ് അയാൾ? ശമൂവേൽ. ദൈവപുരുഷനുണ്ട്. ദൈവപുരുഷൻ ദൈവം നൽകുന്ന ആലോചന പറയും, അതനുസരിച്ച് മാത്രമേ മുന്നോട്ട് മൂവ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ അവർ മനസ്സിലാക്കി പോയതുകൊണ്ട് വെളിച്ചപ്പാട് അതുപോലുള്ള കാര്യങ്ങളെല്ലാം ആ ദേശത്ത് നിന്ന് മാറ്റി ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അനുസരിച്ച് മാത്രം ജീവിക്കാനായി ജനത്തെ അദ്ദേഹം പഠിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം മാറി ചിന്തിക്കുകയാണ്. അദ്ദേഹം ഒരു വെളിച്ചപ്പാടത്തെ അന്വേഷിച്ച് പോവുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവ സാന്നിധ്യം നിങ്ങളിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ലോകത്തെ ആയിരിക്കും അടുത്ത് ആശ്രയിക്കാനായിട്ട് പോകുന്നത്, മറന്നു പോകരുത്. ദൈവ സാന്നിധ്യം നമ്മളിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിലേക്ക് നമ്മുടെ ആശ്രയം പോകും. ലോകത്തിൽ ആശ്രയം പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു രക്ഷയിലേക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ പിന്നെ ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരു വെളിച്ചപ്പാടത്തെ അന്വേഷിച്ചു. 7-ാമത്തെ വാക്യം. അപ്പോൾ ശൗൽ തൻ്റെ ഭൃത്യന്മാരോട്, എനിക്കൊരു വെളിച്ചപ്പാടത്തെ അന്വേഷിപ്പിൻ, ഞാൻ അവളുടെ അടുക്കൽ ചെന്ന് ചോദിക്കും എന്ന് പറഞ്ഞു. ഞാൻ അവളുടെ അടുക്കൽ പോയി ചോദിക്കും. ഇന്നലെ വരെ ആരുടെ അടുക്കൽ പോയിരുന്നവനാണ്? ദൈവത്തിൻ്റെ അടുക്കൽ പോയിരുന്നവനാണ്. ഇന്നലെ വരെ ആരുടെ അടുക്കലായിരുന്നു? ദൈവത്തിൻ്റെ അടുക്കൽ. അപ്പോൾ ഇന്നലെ വരെ ഒരു പേടിയുമില്ല ദൈവത്തിൻ്റെ അടുക്കൽ പോകാൻ. പക്ഷേ ഇന്ന് ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ ദൈവത്തിൻ്റെ അരികിലേക്ക് പോകാനായിട്ട് കഴിയുന്നില്ല. നമുക്ക് പലപ്പോഴും അങ്ങനെയാണ്. ദൈവം പറയുന്നത് അനുസരിക്കാൻ പറ്റാതെ വന്നാൽ നമുക്കടുത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ പോകാനായിട്ട് കഴിയില്ല. നമ്മൾ ലോകത്തിലേക്ക് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഈ ലോകത്തിൻ്റെ വഴിയിലൂടെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. എന്നിട്ട് അദ്ദേഹം ചെയ്യുന്നൊരു കാര്യം, അദ്ദേഹം അവിടെ നിന്ന് പോകാനായിട്ട് തീരുമാനിച്ചു.
ശൗൽ വേഷം മാറി വേറെ വസ്ത്രം ധരിച്ച് രണ്ടാളെയും കൂട്ടി രാത്രിയിൽ ആ സ്ത്രീയുടെ അടുക്കൽ പോയി. എന്തിനാണ് വേഷം മാറിയത്? എന്തിനാണ് വേഷം മാറിയത്? ആരാണെന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ് വേഷം മാറിയത്. രാജാവാണ്, എല്ലായിടത്തും പോകാം, ആരുടെ മുന്നിലും രാജാവാണെന്ന് പറഞ്ഞ് ധൈര്യത്തോടെ പോകാം. പക്ഷേ ആ രാജപദവി കൊണ്ട് ഇപ്പോൾ ശൗലിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഒന്നുമില്ല. വേഷം മാറി നടക്കേണ്ടുന്ന ഒരു സാഹചര്യം വരികയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവ സാന്നിധ്യം നമ്മളിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ നമുക്കുള്ള പദവി കൊണ്ടും വേഷം കൊണ്ടും ഒന്നും ഒരു വിലയുമില്ല. അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഈ ലോകത്തിൽ പിന്നെ ഒരു വിലയും നമുക്ക് കാണില്ല. ദൈവം നൽകുന്നതാണ് എല്ലാ വിലയും, എല്ലാ ഉയർച്ചയും, എല്ലാ കയറ്റവും, എല്ലാ പദവിയുമെല്ലാം. അത് അനുഭവിക്കാനുള്ള അനുഭവ യോഗവും ആര് തരും? ദൈവം നമുക്ക് തരുന്നതാണ്. അപ്പോൾ ഇവിടെ വേഷം മാറി സഞ്ചരിക്കുകയാണ്. വേഷം മാറി വെളിച്ചപ്പാടത്തിയുടെ അരികിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് ദൈവം നൽകിയിട്ടുള്ള ദൈവവുമായുള്ള ബന്ധത്തിൽ നല്ലൊരു അനുഭവമുണ്ട്. അത് വിട്ട് ലോകത്തിൻ്റെ വഴിയിലേക്ക് നമ്മൾ പൊയ്ക്കഴിഞ്ഞാൽ നിലവിലുള്ള വേഷവും ഭാവവും എല്ലാം നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും. അവിടെ ചെന്നപ്പോൾ വെളിച്ചപ്പാടത്തി പറഞ്ഞു, ശൗൽ രാജാവാണെന്ന് അറിയില്ല. എങ്കിലും അവൾ പറയുകയാണ്, വെളിച്ചപ്പാട് പറയാൻ പാടില്ല എന്നും ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് പാടില്ല എന്നും നിയമമുണ്ടാക്കി ഞങ്ങളെയെല്ലാം ശൗൽ എന്ന രാജാവ് നാട് കടത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി അങ്ങനെ ഒരു കാര്യം ചെയ്താൽ തീർത്തും അത് രാജാവ് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവനും ആപത്താണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യണം, എന്നെ നിർബന്ധിക്കരുത് എന്ന് ആ സ്ത്രീ ആരോട് പറഞ്ഞു? ശൗലിനോട് പറഞ്ഞു. അപ്പോൾ ശൗല് പറഞ്ഞു, രാജാവെന്ന് പറഞ്ഞിട്ടില്ല, നീ ഈ കാര്യം ചെയ്യുന്നത് കൊണ്ട് നിനക്കൊരു ആപത്തും വരികയില്ല എന്ന് ഉറപ്പ് കൊടുത്തു. 12-ാമത്തെ വാക്യം, സ്ത്രീ ചോദിച്ചതിന് ശമൂവേലിനെ വരുത്തി തരണമെന്ന് പറഞ്ഞു. ആരോടാണ് സംസാരിക്കേണ്ടതെന്ന് ആ സ്ത്രീ ചോദിച്ചു. ആ സമയത്ത് ശൗൽ പറഞ്ഞു, എനിക്ക് ശമൂവേലിനെ വരുത്തി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്ത്രീ ആരെ വരുത്തി? ശമൂവേലിനെ വരുത്തി. ശമൂവേലിനെ കണ്ടപ്പോൾ ഉച്ചത്തിൽ അവൾ നിലവിളിച്ചു. ആ സ്ത്രീ ഉച്ചത്തിൽ നിലവിളിച്ചു. എന്തുകൊണ്ടാണ് ശമൂവേലിനെ വരുത്തണമെന്ന് ആഗ്രഹിച്ചത് ശൗൽ? എന്തുകൊണ്ടാണ്? ശമൂവേലിൻ്റെ മേൽ എന്തുണ്ട്? ദൈവാത്മാവിൻ്റെ അഭിഷേകമുള്ള ഒരു മനുഷ്യനാണ് ശൗലിൻ്റെ കൂടെ ഇത്രയും കാലം ഉണ്ടായിരുന്ന ശമൂവേൽ. മനസ്സിലായോ? ശമൂവേൽ മരിച്ചെങ്കിൽ ശമൂവേലിൻ്റെ മേൽ എന്തുണ്ടെന്നറിയാം? ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ശമൂവേൽ. അതിൻ്റെ അർത്ഥം, എത്ര പ്രായം ചെന്നാലും, എത്ര വാർദ്ധക്യത്തിലെത്തിയാലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയുള്ള മനുഷ്യൻ എന്നും കരുത്തൻ തന്നെയാണ്. അവൻ മരിച്ചാലും അവൻ്റെ ആത്മാവ് ശക്തിയുള്ള ആത്മാവ് തന്നെയാണ്. അതുകൊണ്ടാണ് വീണ്ടും ആ മരിച്ചുപോയ ശമൂവേലിനെ തിരിച്ചു വരുത്തി തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും, അതിനൊക്കെ പറ്റുമോ എന്ന് ചോദിക്കും അല്ലേ? ബൈബിൾ പരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പറ്റുമോ എന്ന് ചോദിക്കും. ഇപ്പോൾ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള എല്ലാം സത്യമാണെങ്കിൽ മരിച്ച ആത്മാവിനെ എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചു വരുത്താനായിട്ട് സാധിക്കും. അതിനോട് സംസാരിക്കാനും സാധിക്കും. അത് നമ്മൾ മനസ്സിലാക്കുക. കാരണം, വിളിക്കാനുള്ള കാരണം എന്താണ്? അത്രയും ശക്തമായ ഒരാത്മാവാണ്, ദൈവാത്മാവാണ് ശമൂവേലിൻ്റെ മേലുള്ളത്. ശമൂവേൽ വന്നാൽ ഒരു ഉത്തരം കിട്ടുമെന്ന് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ശമൂവേലിനെ വിളിച്ചു. ശമൂവേലിനെ കണ്ടപ്പോൾ ആ സ്ത്രീ പേടിച്ചുപോയി. ശമൂവേലിനെ കണ്ടപ്പോൾ പേടിച്ചുപോയി. അതിൻ്റെ അർത്ഥം, അവളുടെ മേലുള്ളത് ഏത് ആത്മാവാണ്? വെളിച്ചപ്പാടിൻ്റെ ആത്മാവാണ്. മറ്റേ ആളിൻ്റെ മേൽ ഇപ്പോഴും ഏത് ആത്മാവ് തന്നെ ഉണ്ട്? ശമൂവേലിൻ്റെ മേൽ ഇപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ട്. നമ്മൾ ഓർക്കേണ്ടത്, ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ള ഒരു മനുഷ്യൻ മരിച്ചാലും ആ മനുഷ്യൻ്റെ മുമ്പിൽ മറ്റൊരാത്മാവിന് നിൽക്കാനായിട്ട് സാധിക്കുകയില്ല. ഈ ലോകത്തിലായിരുന്നാൽ അങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ ശക്തമായ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ലോകപരമായിട്ടുള്ള ഒരു ആത്മാവിനും ആ ആത്മാവിനെ ജയിക്കാനായി സാധിക്കുകയില്ല. സാധാരണ ഈ വെളിച്ചപ്പാട് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരുടെ കീഴിൽ വരുന്ന സ്പിരിറ്റ്സിനെയാണ് അവർ വിളിച്ചു വരുത്താനായിട്ടൊക്കെ ശ്രമിക്കുന്നത്. അവരുടെ റാങ്കിങ്ങിന് താഴെ വരുന്ന സ്പിരിറ്റ്സിനെ അവർക്ക് വിളിച്ചു നിർത്താനായിട്ട് കഴിയും. പക്ഷേ ഈ ആത്മാവ്, ശമൂവേലിൻ്റെ മേലുള്ള ആത്മാവ്, വെളിച്ചപ്പാടത്തിയുടെ മേലുള്ള ആത്മാവിനേക്കാൾ ഹയർ റാങ്കിങ്ങിലുള്ള ആത്മാവാണ്. അതുകൊണ്ടാണ് അവൾ പേടിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഓർത്തോളണം. ദൈവത്തിൻ്റെ ആത്മാവ് ഈ ലോകത്തിലുള്ള എല്ലാ ആത്മാവിനേക്കാളും മുകളിൽ ഹൈ റാങ്കിങ്ങിലുള്ള
ആത്മാവാണ്. അതുകൊണ്ടാണ് പറയുന്നത് ദൈവം ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അത് ഹൈ റാങ്കിങ്ങിലുള്ളതാണ്. അപ്പോൾ അതിനെ എപ്പോഴും നമ്മൾ ആരാധിക്കാനും ദൈവാത്മാവിനോട് ചേർന്ന് നിൽക്കുവാനും ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിക്കാനും പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കാനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ദൈവം പറയുകയാണ്, ഈ ആത്മാവ് നിങ്ങളുടെ ഭയപ്പാടുകളെ മാറ്റി നിങ്ങളുടെ ജീവിതത്തെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ വഴികളും തുണച്ച് നിങ്ങളെ മുന്നോട്ടുള്ള യാത്രയിൽ നയിക്കും. ഈ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് കൂടെ ഉണ്ടായാൽ നമുക്കൊരിക്കലും ഭയപ്പെടേണ്ടതായിട്ട് വരികയില്ല. സാധാരണഗതിയിൽ നമ്മൾ ഓർക്കേണ്ടത്, ഇപ്പോൾ എലീശയെയും ഏലിയാവിനെയും നമുക്കറിയാം. ഏലിയാവ് എന്താണ് ചെയ്യുന്നത്? ഏലിയാവ് എലീശയോട് പറയുകയാണ്, എൻ്റെ മേലൊരു ആത്മാവുണ്ട്, നീ ആത്മാവിൻ്റെ ഇരട്ടി പങ്കാണ് എന്നോട് ചോദിക്കുന്നത്. നീ എന്നോട് കൂടെ നടക്കുകയും ഞാൻ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നത് നീ കാണുകയും ചെയ്താൽ ഈ ആത്മാവിൻ്റെ ഇരട്ടി നിന്നിലേക്ക് കിട്ടും എന്ന് പറയുകയാണ്. കിട്ടിയോ? അങ്ങനെ കിട്ടി. അപ്പോൾ ശമൂവേലും അതുപോലെ ഈ ലോകം വിട്ട് പോകുമ്പോൾ ഈ ആത്മാവിനെ ആരിലേക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്തിട്ട് പോകേണ്ടതാണ്. മനസ്സിലായോ? അത്രയും നല്ലൊരാളിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് കിട്ടിയില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇപ്പോഴും ആരിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. ശമൂവേലിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. ശമൂവേൽ അത് നിറഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ട് വളരെയധികം അവർ ഭയപ്പെട്ടു പോയി. അപ്പോൾ ശൗലിനോട് ചോദിച്ചു, നീ എന്നെ ചതിച്ചതെന്ത്? നീ ശൗലാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇത്രയും നേരം എന്തുകൊണ്ടാണ് ഈ വെളിച്ചപ്പാടത്തേക്ക് തൻ്റെ അരികിൽ വന്ന് നിൽക്കുന്നത് ശൗൽ ആണ് എന്നത് മനസ്സിലാകാത്തത്? ശൗൽ വന്ന് ചോദിച്ചല്ലോ, എനിക്ക് അരുളപ്പാട് പറഞ്ഞു തരണം. അപ്പോൾ അവൾക്ക് മനസ്സിലായോ ഇത് ശൗലാണെന്ന്? ഇല്ലല്ലോ. എന്നാൽ എപ്പോൾ മനസ്സിലായി? ശമൂവേലിൻ്റെ സ്പിരിറ്റിനെ വിളിച്ചു വരുത്തിയപ്പോൾ അവൾക്ക് മനസ്സിലായി ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ആരാണ്? ശൗലാണ്. എന്താണ് എൻ്റെ അർത്ഥം? പരിശുദ്ധാത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. മറഞ്ഞിരിക്കുന്ന എല്ലാം നമ്മുടെ മുന്നിൽ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തരും. അതാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ നമുക്കൊന്നും മറഞ്ഞിരിക്കില്ല. എല്ലാം വിസിബിളാണ്. അതുവരെ വെളിച്ചപ്പാടത്തിയുടെ കണ്ണിന് മറഞ്ഞിരുന്ന തൻ്റെ അരികിൽ നിൽക്കുന്ന മനുഷ്യൻ ആരാണ് എന്ന് ശമൂവേൽ എന്ന ദൈവഭക്തൻ്റെ സാന്നിധ്യം അവിടെ വരുമ്പോൾ അവൾക്ക് മനസ്സിലാകുകയാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ഒരു സ്ഥലത്ത് വരുമ്പോൾ അവിടെ ഒന്നും ആർക്കും മറച്ചു വയ്ക്കാനായിട്ട് കഴിയില്ല. ശൗൽ സ്വയം മറച്ചു വെച്ചതാണ് താൻ രാജാവല്ല എന്ന് അവൻ മറച്ചു വയ്ക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ ഒന്നും ആർക്കും മറച്ചു വയ്ക്കാനായി സാധിക്കുകയില്ല. ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? ഇതാര് ചോദിക്കുന്നതാണ്? ദാവീദ് ചോദിക്കുന്നതാണ്. നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോയി വസിക്കും? ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ഉള്ള സ്ഥലത്ത് ആർക്കും ഒന്നും ഒരിക്കലും മറച്ചു വയ്ക്കാനായി സാധിക്കുകയില്ല. അതുവരെ ശമൂവേൽ ആരാണെന്ന് അവിടെയുള്ള വെളിച്ചപ്പാടത്തേക്ക് മനസ്സിലായില്ല. പക്ഷേ ശമൂവേൽ സ്പിരിറ്റിൽ അവിടെ വരുമ്പോൾ അത് വ്യക്തമാകുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായോ? ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ എന്ത് വെളിപ്പെടുത്തി കൊടുക്കും? മറഞ്ഞിരിക്കുന്ന എല്ലാ സത്യവും വെളിപ്പെടുത്തി കൊടുക്കും. മറഞ്ഞിരിക്കുന്നതിന് എന്ത് മറച്ചു വെച്ചാലും, എന്ത് മറഞ്ഞിരിക്കുന്നതായിരുന്നാലും ദൈവത്തിൻ്റെ ആത്മാവിനെ ഒന്നും ഒളിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ആ സ്ത്രീക്ക് അത് മനസ്സിലായി, ശൗലാണെന്ന് മനസ്സിലായി. ശൗലാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവായ ശൗൽ അവളോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നീ കാണുന്നത് എന്തെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കാണുന്നു എന്ന് സ്ത്രീ ശൗലിനോട് പറഞ്ഞു. അപ്പോൾ സ്ത്രീയോട് ചോദിക്കുകയാണ്, നീ എന്താണ് കാണുന്നത്? അപ്പോൾ ഇപ്പോൾ ശമൂവേലിനെ ആര് മാത്രമാണ് കാണുന്നത്? ഈ സ്ത്രീ മാത്രമാണ് കാണുന്നത്. അപ്പോൾ ആ ആത്മാവിൻ്റെ പ്രസൻസ് ആർക്ക് മാത്രമാണ് കിട്ടിയത്? ആ വെളിച്ചപ്പാടത്തിയായ സ്ത്രീക്കാണ് കിട്ടിയത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവളിലേക്ക് ഒരു ഡിവൈൻ എൻകൗണ്ടർ ഉണ്ടാവുകയാണ്.
ഉണ്ടാവുകയാണ്. ഇനി താഴോട്ടുള്ള ഭാഗമൊക്കെ നമ്മൾ വായിച്ചു വരുമ്പോൾ അത് ഞാൻ പറഞ്ഞു തരാം എന്താണ് എന്ന്. അപ്പോൾ അവളിലേക്ക് ഒരു എനർജി ട്രാൻസ്ഫർ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു, നീ എന്താണ് കാണുന്നത്? കാണുന്ന കാര്യങ്ങളെല്ലാം അവൾ പറഞ്ഞു കൊടുത്തു. അത് പറഞ്ഞതിന് ശേഷം ശൗൽ ചോദിച്ചു, എന്നോട് പറഞ്ഞു തരിക, എന്താണ് അവിടെ സംഭവിക്കുന്നത്? പറഞ്ഞു, ഒരു ദേവൻ കയറി വരുന്നു, ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കാണുന്നു എന്ന് സ്ത്രീ ശൗലിനോട് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, എന്താണ് അവൻ്റെ രൂപം? അതിന് അവൾ മറുപടി പറഞ്ഞു, ഒരു വൃദ്ധനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അവൾ പറയുകയാണ്. ഈ ദൈവപുരുഷനായിട്ട് കണ്ടത് ആരാണ്? ഒന്ന്, ഒരു ദേവനെ പോലെ അവന് ശോഭയുള്ളവനാണ്, അതായത് അവനൊരു ദൈവപുരുഷനാണ്. അതാണ് ദേവൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ മനുഷ്യൻ ആരാണ്? ഒരു ദൈവപുരുഷനാണ്. അവളുടെ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ അവൾക്കത് മനസ്സിലായി. ആരെന്ന് മനസ്സിലായില്ല എങ്കിൽ ഒരു കാര്യം അവൾ മനസ്സിലാക്കുകയാണ്, ഇതാരാണ്? ദൈവപുരുഷനാണ്. രണ്ടാമത് അവൾ പറയുകയാണ്, അയാൾക്ക് വാർദ്ധക്യം വന്നിട്ടുണ്ട് എങ്കിലും അയാൾ ദൈവപുരുഷനാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ശൗൽ എന്ത് ചെയ്തു? ശൗൽ ശമൂവേൽ എന്നറിഞ്ഞ് ശൗൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അതുവരെ ശൗൽ ദൈവസന്നിധിയിൽ വീണ് പ്രാർത്ഥിക്കാനായിട്ട് താല്പര്യം കാട്ടിയിരുന്നോ? വെറുതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ശൗൽ ഒരു കാര്യം ചെയ്തിരുന്നെങ്കിൽ ദൈവം ശൗലിൽ പ്രസാദിക്കുമായിരുന്നു. തൻ്റെ എല്ലാ പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ആരാധനയും ബലിയും അർപ്പിച്ചിരുന്നെങ്കിൽ ദൈവം തീർച്ചയായിട്ടും ശൗലിൻ്റെ അരികിലേക്ക് വരുമെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണമായിരുന്നു. എന്നാൽ ആരാധനയും ദൈവത്തോടുള്ള കൂട്ടായ്മയും എവിടെ നഷ്ടപ്പെടുന്നോ അവിടെ ദൈവാരാധനകളില്ല എന്നതിൻ്റെ പേരിൽ ദൈവ സാന്നിധ്യം കുറഞ്ഞു വരുന്നു എന്നത് നമ്മൾ ഓർത്തുകൊള്ളണം. അങ്ങനെ ഇവിടെ വന്നു, നമസ്കരിച്ചു. ശമൂവേൽ ശൗലിനോട് ചോദിച്ചു, നീ എന്തിനാണ് എൻ്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തിയത്? ഞാൻ ഈ ലോകത്തിലെ യാത്ര കഴിഞ്ഞ് എൻ്റെ ഓട്ടം പൂർത്തീകരിച്ച് ഞാൻ നിത്യതയിലേക്ക് പോയതാണല്ലോ, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു, ഞാനിപ്പോൾ ഭയങ്കരമായ പെയിനിലാണ്. നീ ഭൂമിയിൽ ഉണ്ടായിരുന്നതിനേക്കാളും ഭയങ്കര പെയിനാണ് എനിക്ക്. ഫെലിസ്ത്യർ എന്നോട് യുദ്ധം ചെയ്യുന്നു. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്, ദൈവം എന്നെ വിട്ട് മാറിയിരിക്കുന്നു. മനസ്സിലായോ? ദൈവം എന്നെ വിട്ട് മാറിയിരിക്കുന്നു. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എത്ര വലിയ പ്രതിസന്ധിയിലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് ഒരു പ്രശ്നമേ അല്ല. പക്ഷെ ദൈവം നമ്മളെ വിട്ട് മാറിക്കഴിഞ്ഞാൽ, ദൈവം നമുക്ക് നൽകുന്ന ഈ ഒരു കവറിങ് ഉണ്ടല്ലോ, അതെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അടപടലം താഴെ വീഴും. മനസ്സിലാക്കില്ല? എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും, കൂടെ എത്ര പേര് നമുക്ക് കരുത്ത് പകരാൻ ഉണ്ടെന്ന് പറഞ്ഞാലും, ദൈവത്തിൻ്റെ ഈ ഒരു സംരക്ഷണമാകുന്ന കോട്ട നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്നും ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. ശൗൽ ആ ഒരു കോട്ടയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു പോയി. അതുകൊണ്ട് അവൻ പറഞ്ഞു, ദൈവം എന്നെ വിട്ട് അകന്നു. വീണ്ടും പണ്ട് പറഞ്ഞ കാര്യം തന്നെയാണ് ശമൂവേൽ പറയുന്നത്, ദൈവം നിന്നെ വിട്ടുമാറി നിനക്ക് ശത്രുവായി തീർന്നിരിക്കേ. എന്താണ് അതിൻ്റെ അർത്ഥം? പറഞ്ഞു, ദൈവം നിനക്ക് ഒരു സമയത്ത് ആരായിരുന്നു? സ്നേഹിതനായിരുന്നു. എന്തുകൊണ്ടാണ് ശൗലിൻ്റെ സ്നേഹിതനാണെന്ന് ദൈവത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത്? ദൈവം ശൗൽ ആഗ്രഹിച്ചിട്ടല്ല ശൗലിനെ വിളിച്ചുകൊണ്ട് വരുന്നത്. ശൗലിൻ്റെ വീട്ടിൽ ദൈവം പ്രവാചകനെ അയച്ച് അവനെ പ്രത്യേകം ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ച്, എല്ലാവരെക്കാളും അവൻ്റെ തോള് ഉയരം കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവനെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവമായിരുന്നു വിളിച്ചത്. അതിൻ്റെ അർത്ഥം ശൗലായിരുന്നില്ല ദൈവത്തെ തിരഞ്ഞെടുത്തത്, ശൗലിനെ ആര് തിരഞ്ഞെടുത്തതാണ്? ദൈവം തിരഞ്ഞെടുത്തതാണ്. അത്രയും സ്നേഹം ശൗലിനോട് ദൈവത്തിന് ഉണ്ടായിരുന്നു. ഇതുപോലെ ദൈവത്തിന് നമ്മളടുത്ത് ഭയങ്കര സ്നേഹമുണ്ട്. ദൈവം നമ്മളോട് സ്നേഹം കൊണ്ടാണ് പല ഇടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്നത്. ദൈവത്തിന് സ്നേഹമുള്ളത് കൊണ്ടാണ് പല നന്മകളും നമുക്ക് തരുന്നത്. എന്നാൽ നമുക്കുള്ളൊരു പ്രശ്നം എന്നറിയാമോ? എല്ലാ നന്മകളും കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് ദൈവത്തോടുള്ള ആലോചനകളൊന്നും ചോദിക്കില്ല. നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കാമെന്ന് നമ്മൾ ചിന്തിക്കും. ശൗലിനും അങ്ങനെയായിരുന്നു. ഒരു സാധാരണ വീട്ടിൽ ഈ ചെറുപ്പക്കാരന്, കീശിൻ്റെ മകനെ ദൈവം ഉയർത്തി പരമോന്നതമായൊരു സ്ഥാനത്ത് കൊണ്ടിരുത്തിയതിന് ശേഷം ദൈവം പറഞ്ഞത് കേട്ടില്ല എന്ന ഏക കാരണം കൊണ്ടാണ് ദൈവം അവന് ശത്രുവായി മാറുന്നത്. ദൈവം നമുക്ക് എങ്ങനെയാണ് ശത്രുവായി മാറുന്നത്? അതാണ് എൻ്റെ ചോദ്യം. എങ്ങനെയാണ്? ചോദ്യം മനസ്സിലായോ? എങ്ങനെയാണ് ദൈവം നമുക്ക് ശത്രുവായി മാറുന്നത്? എങ്ങനെയാണ്? ദൈവവചനം അനുസരിക്കാതെ വരുമ്പോൾ. ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ,
ദൈവം പറഞ്ഞ വചനം അനുസരിക്കാതെ വന്നാൽ ദൈവവും നമ്മളും ഏത് വശത്താകും? ഓപ്പോസിറ്റ് സൈഡാകും, ശത്രുപക്ഷത്താകും. എന്നാൽ ദൈവം പറഞ്ഞത് അനുസരിക്കുന്നവരെക്കുറിച്ച് ദൈവം പറയുകയാണ്, വചനത്തെ കേട്ട് ചെയ്യുന്നവരോ എനിക്ക് സ്നേഹിതന്മാരാണ്. അതുകൊണ്ടാണ് പറയും, ഞാൻ നിങ്ങളെ ഇനി സ്നേഹിതന്മാരെന്ന് വിളിക്കും. ഓർമ്മയുണ്ടോ? സുവിശേഷത്തിൽ യേശു പറയുകയാണ്, നിങ്ങൾ എനിക്ക് പ്രിയ സ്നേഹിതന്മാരാണ്. എന്തുകൊണ്ടെന്നാൽ എന്നോട് കേട്ട് നിങ്ങൾ ഈ വചനങ്ങളെല്ലാം ചെയ്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇനി സ്നേഹിതന്മാരെന്ന് വിളിക്കുന്നു. അപ്പോൾ വചനം കേട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആരാകും? സ്നേഹിതന്മാരാകും. വചനം കേട്ട് ചെയ്തില്ല എങ്കിൽ ആരാകും? ശത്രുപക്ഷത്താകും. കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ദൈവം നിന്നെ വിട്ടുമാറി നിനക്ക് ശത്രുവായി തീർന്നിരിക്കെ. 16-ാമത്തെ വാക്യം, നീ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? ശൗൽ ചോദിക്കും, നിനക്ക് ദൈവം നിന്നെ ശത്രുപക്ഷത്ത് കണ്ടു കഴിഞ്ഞു. അങ്ങനെ കണ്ടത് കൊണ്ട് തന്നെ നിനക്ക് ഇനി ഒരു അരുളപ്പാട് ചോദിക്കാൻ പോലും പെർമിഷൻ ഇല്ല. നമ്മളൊന്ന് വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദൈവം നമുക്ക് തന്നിട്ടുള്ള വചനം നമ്മൾ അനുസരിക്കാതിരുന്നാൽ എന്ത് വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് നമ്മൾ എത്തപ്പെടുന്നതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ദൈവം പറയുകയാണ്, താഴ്മയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നടക്കാനല്ലോ മനുഷ്യ ഞാൻ നിന്നോട് പറഞ്ഞത്. അത് നമ്മൾ അനുസരിക്കാതെ വരുമ്പോൾ ആ ഒരു വചനം അനുസരിക്കാത്തതിൻ്റെ പേരിൽ നമ്മൾ ആരാകും? ദൈവത്തിൻ്റെ ശത്രുപക്ഷത്താകും. ഈ ലോകത്തെ സ്നേഹിക്കരുതെന്ന് പറഞ്ഞു. നമ്മൾ ഈ ലോകകാര്യങ്ങളെ മാത്രം സ്നേഹിച്ച് പോകുമ്പോൾ ആര് ശത്രുപക്ഷത്താകും? ദൈവം ശത്രുപക്ഷത്താകും. അപ്പം നമ്മൾ ഓർക്കേണ്ടത്, ദൈവം നമ്മുടെ ശത്രുപക്ഷത്ത് വേണോ? ദൈവം നമ്മുടെ ഒരു സ്നേഹിതൻ്റെ കരുതലായി നമ്മളോട് ചേർന്ന് നിൽക്കണോ? സ്നേഹിതൻ്റെ പക്ഷത്താണെങ്കിൽ ഒരു നേട്ടമുണ്ട്, അവൻ ജീവൻ നിന്നും നമ്മളെന്ത് ചെയ്യും? രക്ഷപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ല. അത് ഞാൻ തരും. നിങ്ങൾ ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങൾ എൻ്റെ വചനങ്ങളെ അനുസരിച്ചാൽ, നിങ്ങൾ എൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെൻ്റെ ശത്രുക്കളല്ല, നിങ്ങളെൻ്റെ സ്നേഹിതരാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹിതരായാൽ ദൈവം നമുക്ക് എല്ലാ പ്രൊട്ടക്ഷനും തരും. നമ്മൾ അതിനു വേണ്ടി പ്രത്യേകം ആകുലപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ ഇവിടെ പറഞ്ഞു, നീ എൻ്റെ ശത്രുപക്ഷത്താണ്, നിനക്കിനി ആലോചന ചോദിക്കാനുള്ള അർഹതയില്ല. അതുകൊണ്ട് നിൻ്റെ കയ്യിൽ ഇരുന്ന രാജകീയ സ്ഥാനം ഞാൻ എടുത്ത് നിൻ്റെ സ്നേഹിതനായ, ആ വാക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്, രാജ്യത്വം യഹോവ നിൻ്റെ കയ്യിൽ നിന്ന് പറിച്ചെടുത്ത് നിൻ്റെ കൂട്ടുകാരനായ ദാവീദിന് കൊടുത്തിരിക്കുന്നു. ദാവീദിൻ്റെ കൂട്ടുകാരൻ, ശൗലിൻ്റെ കൂട്ടുകാരനാണ് ആര്? ദാവീദ്. അപ്പോൾ ആദ്യം ശൗലിൻ്റെ കൂട്ട് ആരായിരുന്നു? ദൈവമായിരുന്നു. മനസ്സിലായോ? ശൗലിന് ആദ്യം കൂട്ട് ആരുമായിട്ടുമായിരുന്നു? ദൈവത്തോട്. ഒരു ചെറിയ കാര്യം പോലും ചോദിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ മക്കൾ ഓരോ ചെറിയ കാര്യങ്ങൾക്കും ഒരു നിർണായകമായ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളോട് വന്ന് ചോദിക്കുന്നത് നിങ്ങൾക്കിഷ്ടമാണോ വെറുപ്പാണോ? വെറുപ്പാണോ? എന്താണ്? നിങ്ങളുടെ മക്കൾ നിങ്ങളോടൊന്ന് ചോദിക്കുകയാണ്, അവർ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമോ? അതോ നിങ്ങളുടെ മക്കളോട് പറയുമോ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തുകൊണ്ടെന്ന് പറയുമോ? വന്ന് ചോദിക്കുന്നത് നമുക്കിഷ്ടമാണ് അല്ലേ? വന്ന് ചോദിക്കുന്ന മക്കളോട് മാതാപിതാക്കൾക്കൊരു സ്നേഹമുണ്ട്. എന്നാൽ ശൗൽ എന്ത് ചെയ്തില്ല? ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു കാര്യവും ദൈവത്തോട് ചോദിക്കില്ല. സ്വന്തം ഇഷ്ടംപോലെ ജീവിക്കാമെന്ന് കരുതി. പക്ഷെ ദൈവം അങ്ങനെ വിടില്ല. ഓർത്തോളണം, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മക്കൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ ദൈവം അത് എന്ത് ചെയ്യില്ല? ക്ഷമിക്കില്ല. അത് വളരെ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ പറയുകയാണ്, നിൻ്റെ സ്നേഹിതനായ ദാവീദാണ് ഇപ്പോൾ എൻ്റെ സ്നേഹിതൻ. അതുകൊണ്ട് എൻ്റെ സ്നേഹിതനായ ദാവീദിന് ഞാൻ ആ പൊസിഷൻ കൊടുത്തിരിക്കുന്നു. അപ്പോൾ എപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് വിട്ടുമാകുമോ അപ്പോൾ നമുക്ക് കിട്ടിയതെല്ലാം എടുത്ത് അടുത്ത ആളിന് കൊടുക്കും. എന്നും നമുക്ക് ഈ കയ്യിൽ ഈ സാധനങ്ങളെല്ലാം ഇരിക്കില്ല. ദൈവത്തോട് എന്നും സ്നേഹത്തോടെ ഇരിക്കുകയാണെങ്കിൽ ഇതെല്ലാം കയ്യിലിരിക്കും. സ്നേഹം വിട്ടു പോകുകയാണെങ്കിൽ ഇതെല്ലാം ദൈവകരങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതും നമ്മൾ കാണേണ്ടതായിട്ട് വരും. അതിൻ്റെ റീസണാണ് പറയുന്നത്, ഞാൻ പറഞ്ഞ അമോലാക്കിയെ നശിപ്പിക്കണമെന്നത് അനുസരിച്ചില്ല. എന്നിട്ട് പറഞ്ഞു 19-ാമത്തെ വാക്യം, നാളെ നിനക്കെന്ത് സംഭവിക്കും? നാളെ നീയും നിൻ്റെ പുത്രന്മാരും എന്നോടുകൂടെ മരണം കാണും എന്ന് പറയുകയാണ്. നാളെ നിനക്കെന്താണ് സംഭവിക്കുന്നത്? നാളെ നീ ഈ ലോകത്തിൽ നീ ഇല്ല പറയുകയാണ്. എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? ഗിൽബോവ പർവ്വതമാണ്. അവിടെ പറയും, നാളെ ഈ ലോകത്ത് നീയും നിൻ്റെ മക്കളും നിൻ്റെ സൈന്യവും ഉണ്ടാകില്ല എന്ന് പറയുകയാണ്. ഇത്രയും കേൾക്കുമ്പോൾ ശൗലിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും?
നിങ്ങളോട് പറയുകയാണ് നാളെ നിങ്ങൾ മരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ എന്തു ചെയ്യും? തകർന്നു പോകുമോ? സങ്കടം വരുമോ? എന്താ സംഭവിക്കുക? നമുക്ക് ഭയങ്കര സങ്കടം വരും അല്ലേ? അങ്ങനെ അദ്ദേഹത്തിന് സങ്കടം വന്നു. 20-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചേ. 20-ാമത്തെ വാക്യത്തിൻ്റെ ലാസ്റ്റ് ഭാഗം. ശമൂവേലിൻ്റെ വാക്കുകൾ നിമിത്തം ഏറ്റവും ഭയപ്പെട്ടു പോയി, അവനിൽ ബലം ഒട്ടും ഇല്ലാതായി. നേരത്തെ ഉണ്ടായിരുന്ന ബലം കൂടെ ഇപ്പോൾ ഇല്ല. അവൻ പൂർണ്ണമായിട്ടും ഡൗണായി. ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം അവൻ തകർന്നു. ഇനിയുള്ള ഭാഗം കുറച്ചുകൂടെ ശ്രദ്ധയോടെ നമ്മൾ വായിക്കും. അന്ന് രാവും പകലും മുഴുവൻ അവനൊന്നും ഭക്ഷിച്ചിട്ടില്ലായിരുന്നു. അതുവരെ അവൻ എന്ത് ചെയ്തിട്ടില്ല? ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ആ സ്ത്രീ ശൗലിൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അടിയൻ നിനക്ക് ഭക്ഷണം ഉണ്ടാക്കാം, നീ അത് വാങ്ങി ഭക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞ 1-2 കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കും. 22-ാമത്തെ വാക്യം. ആകയാൽ അടിയൻ്റെ വാക്ക് നീ കേൾക്കണമേ, ഞാനൊരു കഷ്ണം അപ്പം നിൻ്റെ മുമ്പിൽ വയ്ക്കട്ടെ, നീ അത് തിന്നണം, എന്നാൽ നിനക്ക് ബലമുണ്ടാകും എന്ന് പറഞ്ഞു. അവൾ പറയുകയാണ്, ഞാൻ നിനക്ക് ഒരു കഷ്ണം അപ്പം ഉണ്ടാക്കി തരാം. ഇവൾക്ക് ഒരു ദൈവാത്മാവിൻ്റെ പ്രസൻസ് കിട്ടി. എപ്പോഴെന്നറിയാമോ? നേരത്തെ തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ശൗലാണെന്ന് മനസ്സിലാക്കി കൊടുത്തത് അവരുടെ ഉള്ളിലുണ്ടായിരുന്ന വെളിച്ചപ്പാടിൻ്റെ ആത്മാവല്ല. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. വെളിച്ചപ്പാടിൻ്റെ ആത്മാവ് വെച്ച് മുമ്പിൽ നിൽക്കുന്നത് ശൗലാണെന്ന് നമുക്ക് മനസ്സിലായോ? ഇല്ല. എന്നാൽ തൻ്റെ അടുക്കൽ ദൈവാത്മാവ് നിറഞ്ഞ ഒരു മനുഷ്യൻ വന്നപ്പോൾ അവൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. അവൾ ഇനി ചിന്തിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. അവൾ പറയുകയാണ്, നീ ബലഹീനനാണ്, പക്ഷേ ഞാൻ നിനക്കൊരു അപ്പം ഉണ്ടാക്കി തരാം, അതുകൊണ്ട് നിനക്ക് കുറച്ച് നേരം മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഏതാണ് ഈ അപ്പം? ഏതാണ് ഈ അപ്പം? നമ്മളിപ്പോൾ കഴിക്കുമല്ലോ. കർത്താവിൻ്റെ തിരുമേശയിൽ വന്ന് നമ്മൾ സങ്കടപ്പെട്ട് ബലം നഷ്ടപ്പെട്ട് ക്ഷീണിതരായി ദുർബലരായിരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, മകനെ മകളെ, ഞാൻ നിനക്കൊരപ്പം തരാം, അതെൻ്റെ ശരീരമാണ്, നീ കഴിക്കുക, ഈ ബലം കൊണ്ട് നിനക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാം. അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ ഒരു ആശയത്തിൽ കർത്താവ് നൽകുന്നൊരു ബോധ്യം വെച്ച് ഞാൻ പറയുന്നത്, അവൻ എന്ത് കിട്ടി? അവന് ശരീരവും രക്തവും കിട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അവൻ എന്ത് കിട്ടി? അപ്പം കൊടുത്തു. അവൻ അപ്പം കഴിച്ചു. രണ്ടാമത് അവൻ എന്ത് ചെയ്തു? ആ സ്ത്രീ അവനെ നിർബന്ധിച്ചു. അവൻ അവരുടെ വാക്ക് കേട്ട് നിലത്ത് നിന്ന് മെത്തമ്മൽ എഴുന്നേറ്റ് അവിടെ ഇരുന്നു. സ്ത്രീയുടെ വീട്ടിൽ ഒരു തടിച്ച പശുക്കിടാവ് ഉണ്ടായിരുന്നു. അവൾ ക്ഷണത്തിൽ അതിനെ അറുത്ത് മാവും എടുത്ത് കുഴിച്ച് പുളിപ്പില്ലാത്ത അപ്പം ചുട്ടു. ഇനി പറയാം, എന്താണ് പുളിപ്പില്ലാത്ത അപ്പം സൂചിപ്പിക്കുന്നത്? പറഞ്ഞേ. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിനൊരു പേര് പറയും, പെസഹ. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിന് പറയുന്ന പേരാണ് പെസഹ. അപ്പോൾ ഈ പെസഹയുടെ അർത്ഥം എന്താണ്? യേശു നമ്മളെ പഠിപ്പിക്കുന്നത്, ജീവിതത്തിൽ നീ ഏത് വലിയ തകർച്ചയിൽപ്പെട്ടു പോയാലും എൻ്റെ ശരീരവും രക്തവും നീ സ്വീകരിച്ച് നീ മാനസാന്തരപ്പെട്ട് പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശരീരവും എൻ്റെ രക്തവുമാകുന്ന പെസഹയുടെ അനുഭവം നിനക്ക് ജീവൻ പകർന്നു നൽകും. അങ്ങനെയെങ്കിൽ ശൗൽ മരിക്കുന്നതിന് മുമ്പ് എന്ത് സ്വീകരിച്ചിട്ടാണ് പോയി മരിക്കുന്നത്? എന്ത് സ്വീകരിച്ചിട്ടാണ്? ഒരു പെസഹ ആചരണമാകുന്ന തിരുവത്താഴത്തിൻ്റെ അനുഭവം ഏറ്റെടുത്തിട്ടാണ് അദ്ദേഹം പോയി മരിക്കുന്നത്. തൊട്ടടുത്ത് 2 അധ്യായം കഴിയുമ്പോൾ ശൗൽ എന്ത് ചെയ്യും? അതേ സ്ഥലത്ത് വെച്ച് മരിക്കും. അപ്പം നമുക്ക് ദൈവം പറയുന്നത്, എല്ലാം നഷ്ടപ്പെട്ട് ഇനി ജീവിതത്തിൽ മരണം മുന്നിൽ കണ്ടു നിൽക്കുന്ന മനുഷ്യന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവുമാണ്. അതാണ് പുളിപ്പില്ലാത്ത അപ്പവും അതിലൂടെയുള്ള അനുഭവവും ശൗലിന് ആര് കൊടുത്തു? ആ സ്ത്രീ കൊടുത്തു. എങ്ങനെ ആ സ്ത്രീ കൊടുത്തു? അവളുടെ മേൽ ഒരാത്മാവ് വന്നു. ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് അവളെ പറയുകയാണ്, നിനക്കിനി അല്പമെങ്കിലും ബലത്തോടുകൂടി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ അപ്പം കഴിച്ചു കഴിഞ്ഞാൽ, ഈ കാളയെ അറുത്ത് അതിൻ്റെ മാംസവും കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് മുന്നോട്ട് പോകാം. നിങ്ങളൊന്ന് ചിന്തിക്കണം. മരിക്കാൻ നിൽക്കുകയാണ് ഈ മനുഷ്യൻ. ഈ മരിക്കാൻ നിൽക്കുന്ന മനുഷ്യന് നമ്മൾ ബീഫ് കറിയൊക്കെ വെച്ച് കൊടുക്കാമെന്ന് പറയുമ്പോൾ ഇരുന്ന് കഴിക്കണം തോന്നുമോ? നമ്മൾ നാളെ മരിക്കും, അപ്പോൾ പറയുകയാണ് കുറച്ച് പൊറോട്ടയും വാങ്ങാം, നമുക്ക് നല്ല ബീഫ് ഒലത്തിയതോ എങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി നമുക്കൊന്ന് കഴിച്ചിട്ട് എന്ത് ചെയ്യാം, മരിക്കാമെന്ന് പറയുകയാണ്. ആരെങ്കിലും വന്നിരുന്ന് ഹോസ്പിറ്റലൊക്കെ കിടക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ കൂട്ടുകാരെന്ന് പറയുകയാണ്, നമുക്കിങ്ങനെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം, നമുക്ക് കഴിക്കാം, എന്നിട്ട് നീ മരിക്കുമെന്ന് പറയുകയാണ്. എന്ത് വരും? കഴിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ശൗൽ അവിടെ ഇരുന്ന് കഴിച്ചു.
പുളിപ്പില്ലാത്ത അപ്പത്തിന് ടേസ്റ്റ് കാണുമോ? ഇല്ല, രുചിയൊന്നുമില്ല. അതിന് രുചിയൊന്നുമില്ല. നമ്മൾ ദോശയ്ക്ക് രുചി വരുന്നത് പുളിക്കുന്നതുകൊണ്ടാണ്, അപ്പത്തിന് രുചി വരുന്നത് ഈസ്റ്റ് ഇട്ട് പുളിപ്പിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ പുളിപ്പില്ല, രുചിയില്ല, ഒന്നുമില്ല. എങ്കിലും അതെല്ലാം ഏറ്റെടുത്ത് ശൗലത് കഴിച്ച്, കൂടെയുള്ളവരത് കഴിച്ച് അവൻ നേരെ മുന്നിലേക്ക് പോവുകയാണ്. പരാജയമാണ് മുന്നിലുള്ളത്. പക്ഷേ അവൻ്റെ ദൈവം സ്നേഹത്തോടുകൂടെ കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ കൊടുത്തു വിട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ ദാവീദിനെ അടുത്ത രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്നേ പറ്റുകയുള്ളൂ. ശൗല് തീർച്ചയായിട്ടും ദൈവത്തോട് ചേർന്നിട്ടുണ്ടാകും. അവൻ അനുദപിച്ചിട്ടുണ്ടല്ലേ ഏറ്റവും ഒടുവിൽ. അതുകൊണ്ടാണ് ഈ ഒരു സാധനം, ഒരു ഗിഫ്റ്റ് അവന് കൊടുത്ത് വിടുന്നത്. ഇപ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. എത്ര വലിയ തകർച്ചയിൽ നമ്മൾ പെട്ടുപോയാലും കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവും നമ്മൾ മുടക്കം കൂടാതെ സ്വീകരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കർത്താവ് പറയുകയാണ്, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. അതിന് ഇനി അർത്ഥം പിടികിട്ടിയോ? ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. ഇനി പറഞ്ഞത് എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അതിൻ്റെ അർത്ഥം ഈ ലോകത്ത് ജീവിക്കുന്നില്ല. നിങ്ങൾ എൻ്റെ അപ്പം, എൻ്റെ ശരീരം നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ, ഈ ലോകം വിട്ടു കഴിഞ്ഞാലും നിങ്ങളെ ഞാൻ നിത്യതയിൽ എൻ്റെ അരികിൽ ചേർത്തുകൊള്ളും. എങ്കിൽ നമുക്ക് ശൗല് നരകത്തിൽ പോയെന്ന് പറയാൻ പറ്റുമോ? നമ്മളത് ചിന്തിക്കണം. ശൗലിന് ലാസ്റ്റ് ഒരു ചാൻസ് കൊടുത്തിട്ടാണ് ദൈവം വിടുന്നത്. അപ്പോൾ ദൈവം നമുക്കും ഓരോ അവസരങ്ങൾ നൽകുമ്പോൾ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി കർത്താവിനോട് ചേർന്ന് നിൽക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ.